അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൊട്ടാരത്തിൽ സന്തോഷമാണ്. അത് ഷെഫി ഉസ്താദും പ്രിയപ്പെട്ട ഭാര്യ സഹ്റ ബത്തൂലും മണിയറയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അത് ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ സന്തോഷം കൊണ്ട് കരയുകയായിരുന്നു. മോളെ, നീ എന്തിനെങ്ങനെ കരയുന്നത്? അതെ, അമ്മയുടെ വാക്കുകൾക്ക് മുമ്പിൽ ഞാൻ എങ്ങനെ കരയാതിരിക്കും? അള്ളാഹു എനിക്ക് സന്തോഷം നൽകിയതല്ലേ. അതെ, എൻ്റെ കുട്ടി കുറേ കഷ്ടപ്പെട്ടതല്ലേ. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, എൻ്റെ കുട്ടിക്ക് അള്ളാഹു അനുഗ്രഹം നൽകിയല്ലോ. അതോർത്തിട്ട് ഞാൻ കരഞ്ഞു പോവാണ്. അതെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഉമ്മയും സൈത്തൂൻ ബീവിയും ഫർസാനയും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ഷെഫി ഉസ്താദ് ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഹൈറായ ജീവിതം പടച്ച റബ്ബ് അവർക്ക് നൽകട്ടെ. എന്നാലും ആ കുഞ്ഞിന് കാഴ്ച തിരിച്ചു കിട്ടിയതില്ലേ, മാഷാ അല്ലാ. അള്ളാഹുവിലേക്ക് അടുത്താൽ എല്ലാം കിട്ടും. പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ പടച്ച റബ്ബ് നമ്മൾ പ്രാർത്ഥന സ്വീകരിക്കും. അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമല്ലേ. അതെ, ഈ ലോകത്ത് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഉപകാരം ചെയ്യുന്നവരാണ് പടച്ച റബ്ബ്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ റഹീമുമായ അള്ളാഹു എത്ര കാരുണ്യവാനാ റബ്ബേ. എന്നാൽ ഈ സമയം മണിയറയിൽ അതാ ഷെഫി ഉസ്താദ് അവളുടെ കണ്ണിലേക്ക് നോക്കുന്നു. എൻ്റെ ബീവി, ഞാൻ അറിഞ്ഞിരുന്നില്ല നിൻ്റെ കണ്ണിന് കാഴ്ചയില്ലാതിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അതിനെല്ലാം കാരണം മറ്റൊന്നുമല്ലായിരുന്നു. നിൻ്റെ ഡ്രസ്സ് പകുതി അഴിഞ്ഞ നിലയിൽ ആയപ്പോൾ ഞാനത് സൈഡ് ഗ്ലാസ്സിലൂടെ കണ്ടു. ആ കണ്ണാടിയിലൂടെ അത് കണ്ടപ്പോൾ ഞാനത് മറക്കുവാൻ വേണ്ടി നിന്നോട് ആവശ്യപ്പെട്ടത്. അതിൽ നിന്നാണ് നമ്മുടെ വിവാഹം തന്നെ ഉണ്ടായത് അല്ലേ? അതെ, സത്യമായിട്ടും എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും ഒരു അന്യപുരുഷനും കണ്ടിട്ടില്ല. അതെൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, അങ്ങ് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ ആയിപ്പോയി റബ്ബേ. ഞാനിതുവരെ കാത്തു സൂക്ഷിച്ച എൻ്റെ ശരീരം ഒരാൾ കണ്ടല്ലോ, അതും എൻ്റെ ഉസ്താദ്. എനിക്ക് ആലോചിച്ചിട്ട് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത്. സത്യമായിട്ടും അതേ മോളെ, അത് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, അങ്ങനോട് ക്ഷമിക്കണം. കാരണം എൻ്റെ പിതാവെന്നെ ഒരുപാട് അന്ന് അങ്ങയെ അവൾ വിതുമ്പി. പെട്ടെന്ന് ഷെഫി ഉസ്താദ് അവളുടെ വാ പൊത്തി. വേണ്ട, ഇനി അത് പറയരുത്. കാരണം ഇല്ല മുത്തേ, അതൊക്കെ അള്ളാഹുവിൻ്റെ വിധിയായിരിക്കും. സാരില്ല, എനിക്ക് അതൊന്നും വിഷയമില്ല. ഏതൊരു പിതാവും ചെയ്തു പോകുന്നതാണ്. ഒന്നും എൻ്റെ കുട്ടി കാര്യമാക്കല്ലേ. ഇനി അതിനെക്കുറിച്ച് പറയണ്ട. എൻ്റെ ബത്തൂൽ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, അങ്ങനെക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരാറുണ്ടായിരുന്നു. അതെ, നീലാകാശത്തെക്കുറിച്ചും അതിലുള്ള മേഘങ്ങളെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും സൂര്യനെക്കുറിച്ചുമെല്ലാം. അതെ, പരിശുദ്ധ ഖുർആനിലുള്ളതെല്ലാം എനിക്ക് ആ പരിശുദ്ധ ഖുർആൻ്റെ ആ വാക്യങ്ങൾ ഏത് പേജായിരുന്നു അങ്ങ് ഓതിത്തന്നെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ, ഉളൂഹുണ്ടെങ്കിൽ വരൂ, ഉളൂഹ് എടുത്തോളൂ. അങ്ങനെ അവർ വീണ്ടും ഉളൂഹ് എടുത്ത് വന്നു. അതെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് അതാ അവർക്ക് സഹ്റ ബത്തൂലിനെ ഓതിക്കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥങ്ങൾ പറയുകയാണ്. അതെ, ഈ ലോകത്തിൽ ഉള്ളത് ആകാശത്തും ഭൂമിയിലും ഉള്ളത്. അങ്ങനെ ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് അവളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാ, ഇതുവരെ കേട്ടത് മനസ്സിലാക്കിയത് എൻ്റെ കണ്ണുകൾ കൊണ്ട് റഹ്മാനെ എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. അല്ലാ, എല്ലാം എൻ്റെ ഭർത്താവാണ്. അതിന് കാരണം കുറിച്ചത് നിൻ്റെ കഴിവുകൊണ്ട് എൻ്റെ ഭർത്താവിനത് ലഭിച്ചല്ലോ റഹ്മാനെ. അവർ അല്പസമയം ഖുർആൻ പാരായണം ചെയ്തു. എൻ്റെ ബത്തൂൽ, വരൂ, ഇതുവരെ നിനക്ക് ഞാനെല്ലാം പറഞ്ഞു തന്നിരുന്നു. എന്നാൽ ആ മനോഹരമായ കാഴ്ച നമുക്കിന്ന് കാണാം. അങ്ങനെ അതാ ആകാശത്തുള്ള പൂർണ്ണചന്ദ്രനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അവരുടെ മണിയറയുടെ ആ കർട്ടൻ നീക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ, ആ ഗ്ലാസ് പതുക്കെ നീക്കിക്കൊണ്ട് അവർ ആ മാളിക മുകളിൽ നിന്നു. പെണ്ണെ, നോക്ക്. മാഷാ അല്ലാ, അവൾ ആ പരിപൂർണ ചന്ദ്രനെ കണ്ട് നോക്കി നിന്ന് പോയി. എൻ്റെ പ്രിയപ്പെട്ട ഷെഫിക്ക, അതെ, അതാണ് ചന്ദ്രൻ, പൂർണ്ണമായ ചന്ദ്രൻ. ഞാൻ നിനക്ക് വിവരിച്ച് തരാറില്ലേ ചന്ദ്രൻ്റെ രൂപം? അതെ, സത്യമായിട്ടും മാഷാ അല്ലാ, അൽഹംദുലില്ലാ. മോളെ, ആകാശത്ത് ഉദിച്ച് നിൽക്കുന്നത് അത് ചന്ദ്രനാണ്.
14-ാം രാവ് ഉദിച്ചതുപോലെ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെ, 14-ാം രാവ് ഉദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. അങ്ങനെയൊക്കെ ഒരുപാട് കവികൾ പാടിയ പാട്ടുണ്ടല്ലോ. 14-ാം രാവിൻ്റെ പിറ പോലെ വന്നല്ലോ. അതെ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞാൻ വിവരിച്ചിട്ടില്ലേ? അതെ, അത്രക്കും മനോഹരം പ്രകാശമായിരുന്നു നമ്മുടെ മുത്ത് ഹബീബിൻ്റെ മുഖം സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് ഹബീബിനെ നേരിൽ കാണുവാനുള്ള ഭാഗ്യം നമുക്ക് തന്നിരുന്നെങ്കിൽ അല്ലേ? അതെ, ഇൻഷാ അല്ലാഹ് സ്വലാത്തുകൾ അധികരിപ്പിച്ചോളൂ. അതേ പറയാനുള്ളൂ. അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് നൽകും, കാണിച്ചു തരും. അതെ, മുത്ത് ഹബീബിൻ്റെ ആ സുന്ദരമായ ആ മുഖം ഇൻഷാ അല്ലാഹ്. അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അതാ ആ രാത്രി കഴിച്ചു കൂട്ടുന്നു. അതെ, എണ്ണിയാൽ തീരാത്ത വാക്കുകൾ, ചോദ്യങ്ങൾ ബത്തൂലിന് ഒരുപാട് ചോദിക്കാനുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുഖത്തേക്ക് അവൾ വീണ്ടും വീണ്ടും നോക്കി. എന്താ പെണ്ണെ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് കണ്ടിട്ട് കൊതി തീരുന്നില്ല. എനിക്ക് ഇത്രയധികം അറിവ് പകർന്നു തന്നത് അങ്ങയാണെന്ന് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ എന്താ എന്തെങ്കിലും ഒന്നുമല്ല, എനിക്ക് മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. പിന്നെ എൻ്റെ ബീവി, അള്ളാഹു നമുക്ക് നൽകിയതിൻ്റെ അനുഗ്രഹമായിട്ട് നമുക്ക് നിസ്കരിക്കണം, നേരത്തെ തഹജ്ജുദിന് എഴുന്നേൽക്കണം. അതുകൊണ്ട് തന്നെ നമുക്കല്പം കിടക്കാം. എന്താ? അങ്ങനെ അതാ അവർ രണ്ടുപേരും ആ മണിയറയിൽ കിടക്കുന്നു. അത് ഷെഫി ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൾ കിടക്കുമ്പോൾ റബ്ബേ, അതിന് വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. അതെ, ഈ ലോകത്തിലുള്ളത് എല്ലാം തനിക്ക് ലഭിച്ച പോലെയുള്ള ഒരു സന്തോഷമായിരുന്നു ബീവിക്ക് അനുഭവപ്പെട്ടത്. ഷെഫി ഉസ്താദ് ഓർത്തു, റബ്ബേ, ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സംഭവമാണ് സഹ്റ ബത്തൂൽ എന്ന ആ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുന്നത്. അല്ലാഹ്, ഇന്നിതാ അവളെൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നു, എൻ്റെ നെഞ്ചോടൊട്ടി കിടക്കുന്നു. അവളുടെ മനോഹരമായ മുടിയിഴകൾ ഞാൻ തലോടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബത്തൂൽ, അല്ലാഹുവേ, ഇതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ആ നിലാവുള്ള രാത്രിയിൽ അതാ ഷെഫി ഉസ്താദിൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് അവൾ കിടന്നുറങ്ങി. അതെ, ഷെഫി ഉസ്താദിന് ഉറക്കം വന്നിരുന്നില്ല. തൻ്റെ ജീവിതത്തിലെ പഴയ നിമിഷങ്ങൾ ഓർത്തു. ഒരു നിമിഷം ഷെഫി, ഷെഫി ഉസ്താദേ എന്നുള്ള ആ ഒരു വിളി. അതെ, എൻ്റെ ബത്തൂൽ ഉണർന്നിരിക്കുന്നു. എന്തു പറ്റി ബത്തൂൽ? എന്താ അങ്ങ് ഉറങ്ങുന്നില്ലേ? ആ, ഉറങ്ങുകയാണ്. എന്നാൽ നമുക്ക് ഒരുമിച്ചുറങ്ങാം. പഴയ ചിന്തകളിലേക്ക് ഷെഫി ഉസ്താദിൻ്റെ മനസ്സറിയാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും തൻ്റെ പ്രിയപ്പെട്ട സഹ്റ ബത്തൂൽ വിളിച്ചത് കൊണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് അതാ ഉറങ്ങുകയായി. ഒരുപക്ഷെ സഹ്റ ബത്തൂൽ വിളിച്ചില്ല എങ്കിൽ തൻ്റെ പഴയകാല ജീവിതം ഓർക്കും, സീനത്തിനെ കുറിച്ച്, അത് തൻ്റെ കുഞ്ഞിനെ കുറിച്ച്. അങ്ങനെയുള്ള ചിന്തകൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തും. അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് അവൾ വിളിച്ചതുകൊണ്ട് ആ ഒരു ചിന്തയിൽ നിന്ന് ഒഴുകി മാറി. അവർ അത് സുഖമായ നിദ്രയിൽ ആ നിലാവുള്ള രാത്രിയിൽ അവർ ഉറങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും അവരിലേക്ക് ചൊരിയട്ടെ. ഉമ്മയും കുടുംബാംഗങ്ങളും പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ നാട്ടിൽ സീനത്ത് തൻ്റെ ഭർത്താവിൻ്റെ കല്യാണത്തിന് വേണ്ടി ആരൊക്കെയോ പോയിട്ടുണ്ട്. അതെ, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അവൾ ഹൃദയം പൊട്ടി കരയുകയാണ്. ഒരു നിമിഷം അവൾ അവളുടെ വയറിലേക്ക് നോക്കി. അതെ, എനിക്കെൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് തന്ന കുഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ മടുത്തു. എനിക്കെല്ലാം മടുത്തു. അതെ, എന്നെ പൊന്നു പോലെ നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് രാജേഷ്. അതെ, രാജേഷിനെ പറയണ്ട, എന്നെ പറഞ്ഞാൽ മതി. ഞാനാണ് രാജേഷിൻ്റെ കൂടെ പുറപ്പെട്ടത്. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും എനിക്കറിയുന്നില്ല. ഒരുപാട് ആളുകൾക്കുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ജോലിക്കാരിയാണ് ഇപ്പോൾ ഞാൻ. പോരാത്തതിന് രാജേഷിൻ്റെ അടുത്തു നിന്നുള്ള ആ ഒരു ചീത്തയും വാക്കും, അതുമാത്രമല്ല മറ്റു പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ടുവരും.
അങ്ങനെ പലതും. റബ്ബേ, എന്തെല്ലാം ഞാൻ കാണണം, എന്തെല്ലാം സഹിക്കണം, എനിക്കറിയുന്നില്ല. എൻ്റെ ആ ഒരു നേരത്തെ ബുദ്ധിമോശം കൊണ്ടാണ് റബ്ബേ അത് സംഭവിച്ചത്. അതെ, ആ ഒരു നേരം എനിക്ക് തോന്നി നല്ല രീതിയിൽ പാറിപ്പറന്ന് നടക്കണം. എൻ്റെ ഉസ്താദിൻ്റെ കൂടെ ഹിജാബിട്ട് നടക്കാൻ എനിക്ക് ആവൂല എന്ന്. എന്നാൽ ഇന്നത്തെ ആ സത്യം, അതെ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഷെഫി ഉസ്താദിനെ ഒരു ഹിജാബി കുട്ടിയെ കിട്ടിയിട്ടുണ്ടാവും. സുഖമായി അവർ ജീവിക്കുന്നുണ്ടാവും. ജീവിക്കട്ടെ. എന്നാൽ ആ രാത്രിയിൽ അവൾ ഹൃദയം പൊട്ടി കരയുകയായിരുന്നു. അവളുടെ ആ ഒരു താൻ ചെയ്ത കുറ്റങ്ങൾ ഓർത്തിട്ട് അവൾ കരയുകയാണ്, വിലപിക്കുകയാണ്. അവൾ ഒരു ഭ്രാന്തിയെ പോലെ. ശരിക്കും പഠിച്ചോനെ, എൻ്റെ ഉസ്താദിനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടല്ല റബ്ബേ. എന്താ എൻ്റെ ഒരവസ്ഥ? ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന പോലെയാണ്. എനിക്കറിയുന്നില്ല ഈ ജോലിയൊക്കെ എനിക്കെങ്ങനെ ചെയ്യാൻ കഴിയും. ഈ ഒരു ഗർഭിണിയായ എനിക്കൊന്നിനും കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. സീനത്തിൻ്റെ ചിന്തകൾ അങ്ങനെ പോവുകയാണ്. എന്നാൽ ആ ദിവസം അതാ അറേബ്യയിൽ അന്ന് സെയ്ഫ് അറബി സെയ്ത്തുൻ ബീവിയുടെ കൂടെയായിരുന്നു കിടന്നത്. കാരണം മറ്റൊന്നുമല്ല, അതെ, ഫർസാനയുടെ ഉമ്മയും ഉപ്പയും വന്നതുകൊണ്ട് തന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ അവൾ കിടക്കട്ടെ എന്ന് കരുതി. അങ്ങനെ അവൾ ഉമ്മയുടെയും ഉപ്പയുടെയും അരികിലേക്ക് പോയിട്ട് സെയ്ത്തുൻ ബീവിക്ക് വേണ്ടി ആ ദിവസം വിട്ടുകൊടുക്കുകയായിരുന്നു. ബീവി, നിങ്ങളിന്ന് കിടന്നോളൂ. കാരണം എനിക്ക് ഉമ്മയും ഉപ്പയും വന്നിട്ടുണ്ട്. ഉമ്മയുടെയും ഉപ്പയുടെയും അരികിൽ എനിക്ക് ഒരു ദിവസമെങ്കിലും താമസിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ. അങ്ങനെയാണ് ബീവി അതിന് സമ്മതിച്ചത്. അല്ലെങ്കിൽ അധിക ദിവസവും ഫർസാനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമായിരുന്നു. സെയ്ത്തൂൻ ബീവിയുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. പഠിച്ചോനെ, എങ്ങനെയെങ്കിലും ആ കുട്ടി ഇപ്പോൾ കുറച്ചൊക്കെ ആയല്ലോ റബ്ബേ, ഒരു കുഞ്ഞുകൂടെ എങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. എന്നാൽ സെയ്ഫ് അറബിയുടെയും മനസ്സിൽ, റഹ്മാനെ, എൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് ഉണ്ടാകണം. ശരിയാണ്, എൻ്റെ നൂറുമോന് എൻ്റെ പൊന്നു മോനാണ്. പക്ഷേ എങ്കിലും എൻ്റേതായിട്ട് എനിക്കൊരു മോനുണ്ടാകണമല്ലോ. അല്ലാ, ഇത്രയും കാലം സ്വന്തം മോനെന്ന് പറഞ്ഞ് പറ്റിച്ചു. അത് എൻ്റെ ഉമ്മയെയും എൻ്റെ ബീവിയെയൊക്കെ. റഹ്മാനെ, എനിക്കെൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് വേണം. അതിനുള്ള ആഗ്രഹം എനിക്കുണ്ട്, ഇൻഷാ അല്ലാ. എന്നാൽ ആ രാത്രി സെയ്ത്തുൻ ബീവി അതാ സെയ്ഫിനോട് പറയുന്നു, യാ സെയ്ഫ്, എന്താടി? പിന്നെ നമ്മുടെ കുഞ്ഞിപ്പോൾ കുറച്ചൊക്കെ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ? അതെ, ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നീ എന്താ ഉദ്ദേശിക്കുന്നത്? മറ്റൊന്നുമല്ല, നമുക്ക് മറ്റൊരു കുഞ്ഞുകൂടി വേണമല്ലോ. സെയ്ത്തൂൻ ബീവിയുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം സെയ്ഫ് അറബി ഞെട്ടിപ്പോയി. സെയ്ത്തൂൻ, നീ എന്താ പറയുന്നത്? അതെ, ഇൻഷാ അല്ലാ, നമുക്ക് പെട്ടെന്നൊരു കുഞ്ഞിനെ കൂടി വേണം കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞിനെ ഒരു കൂട്ടാവട്ടെ, ഇണയും തുണോ ആവട്ടെ. അങ്ങനെ ആവുമ്പോഴല്ലേ അവർക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ബീവി, തൽക്കാലം ഇൻഷാ അല്ലാ നമുക്ക് വേണം. പക്ഷേ അതിനു മുമ്പായിട്ട് നമ്മുടെ സഹർ ബത്തൂലിനും ഷെഫി ഉസ്താദിനും ഒരു കുഞ്ഞുണ്ടായി കാണാൻ ആഗ്രഹമല്ലേ നിനക്ക്? മാഷാ അല്ലാ, സത്യമായിട്ടും എനിക്കുണ്ട്. അതെ, അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. എൻ്റെ റബ്ബേ, പഠിച്ചോനെ, ആ ഒരു സന്തോഷ വാർത്ത കേൾക്കുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. അതെ, ഇൻഷാ അല്ലാ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ, അല്ലേ? ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു കുഞ്ഞിനെ കാണാൻ നമുക്കൊക്കെ എത്ര ആഗ്രഹം ഉണ്ടാവും, അല്ലേ? അതെ, ഇൻഷാ അല്ലാ അവരുടെ ദാമ്പത്യ ജീവിതം അള്ളാഹു വിജയിപ്പിച്ച് കൊടുക്കട്ടെ. പിന്നെ മറ്റു കാര്യം മറക്കല്ലേ കേട്ടോ. എന്ത് കാര്യം? നമ്മുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കാര്യേ. നമ്മുടെ കുഞ്ഞിനൊരു കൂട്ടായിട്ട് ഒരു കുഞ്ഞുകൂടെ വേണം. സെയ്ത്തുൻ ബീവി അതാ ആ നിലാവുള്ള രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചെവിയിൽ മന്ത്രിക്കുന്നു. എന്നാൽ ഈ സമയം എങ്ങനെയെങ്കിലും രാജേഷിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ് അവൾക്ക് ശരിക്കും അവൾ അനുഭവിച്ചു കഴിഞ്ഞു. അതെ,
എന്തൊക്കെയായിരുന്നു സ്വപ്നം കണ്ടത്, പാറി പറന്ന് നടക്കുന്ന ആ ഒരു ജീവിതം. പക്ഷേ അതെല്ലാം വെറും സ്വപ്നമായിരുന്നെന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. അത് എന്നെ വിൽക്കുവാനാണ് പ്ലാനിങ്. എന്നെ വിൽക്കണം അദ്ദേഹത്തിന്, അയാൾക്ക്, അവർക്ക്, അതെ പലർക്കും എന്നെ വിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഗർഭസ്ഥ ശിശു, ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് നല്ലൊരു സംഖ്യക്ക് വിൽക്കുമത്രേ കുഞ്ഞിനെ. പഠിച്ചോനെ, എനിക്ക് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ സീനത്ത് ആകെ അവിടെ നിന്ന് വിഷമിച്ചിരുന്നു എന്നർത്ഥം. പെട്ടെന്നതാ രാജേഷ്, ഏയ് എന്താ വെറുതെ ഇരിക്കുകയാണോ? ഇവിടെ കുക്കിങ് ക്ലീനിങ് കാര്യങ്ങളൊന്നും ഇല്ലേ ഇന്ന്? അതെ, 10-15 പേർക്കുള്ള ഭക്ഷണം എന്താ, അരി സാധനങ്ങൾ വേഗം കൊണ്ട് വെച്ചോട്. അല്ലാ, എനിക്ക് ഇന്ന് നല്ല സുഖമില്ല. ഇന്നെനിക്ക് വല്ലാത്ത ഒരു പ്രയാസം. എന്ത് നിനക്കോ? എന്ത് പ്രയാസം? എനിക്കെൻ്റെ ഊരവേദനയാകുന്നു. അങ്ങനെ അങ്ങ് മടിച്ചാവണ്ട, എടുക്കടി വേഗം പണിയെടുക്കാൻ അങ്ങട്ട്. ആഹാ. രാജേഷ് കാലുകൊണ്ട് അവളുടെ ഊരക്കുരിച്ച വിട്ട്. എൻ്റെ അമ്മ, എന്താടി നീ വിചാരിച്ചത്? എൻ്റെ കൂടെ സുഖമായ വാസം, നിന്നെ രാജകുമാരിയെ പോലെ നിന്നെ നോക്കുന്നില്ലേ? പക്ഷേ ചില കാര്യങ്ങൾക്ക് എനിക്ക് നീ അനുവാദം തന്നിരുന്നെങ്കിൽ അത് തീർച്ചയായും ഞാൻ നിന്നെ പരിഗണിച്ചിരുന്നു. പക്ഷേ എനിക്ക് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നീ ചെയ്യുന്നത്. അതെ, പല കൂട്ടുകാരും നിന്നെപ്പറ്റി ചോദിച്ചു. നിന്നെക്കുറിച്ച് പറയുമ്പോഴേക്കും നീ വേറെ സ്വഭാവമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ നിനക്ക് ഒരു ഒഴിവ് തന്നിരിക്കുകയാണ്. കഴിയട്ടെ, ഒരു 3-4 മാസം കൂടി കഴിഞ്ഞാൽ ബാക്കിയുള്ള പണി നിനക്ക് വരും. ആ കുഞ്ഞിനെ നീ ഇങ്ങോട്ട് പ്രസവിച്ച് താ. എന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ട് കോടികൾ ഉണ്ടാക്കും. ആ കോടികൾ ഉണ്ടാക്കിയിട്ടായിരിക്കും പരിപാടി. ശരിക്കും അവൾ പൊട്ടിക്കരഞ്ഞു പോയി. അത് ഗർഭസ്ഥ ശിശു വളരുന്നതിനനുസരിച്ച് കുഞ്ഞിനോടുള്ള സ്നേഹം കൂടിക്കൂടി വരുന്നതായിട്ട് അവൾക്ക് തോന്നി. അതെ, ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഇല്ല, ഗർഭസ്ഥ ശിശുവിനെ അബോർഷൻ ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷമായിരുന്നു. പക്ഷേ കുഞ്ഞ് വളർന്ന് അനക്കം വെച്ച് തുടങ്ങിയിരിക്കുന്നല്ല. കുഞ്ഞ് അനങ്ങി തുടങ്ങുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു തുടിപ്പ് തോന്നുകയാണ്. പക്ഷേ ഈ കുഞ്ഞ് എനിക്കുള്ളതല്ലല്ലോ, എനിക്ക് കിട്ടൂരല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് വിങ്ങിപ്പൊട്ടുകയാണ്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.